ഒരു നിമിഷം തലകളടക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ക്രൂശിൽ കൂടെ സഹോദരനെ ബലിയായി നൽകി പരിശുദ്ധാത്മാവിനെ അവകാശമായി നൽകുകയും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പരിശുദ്ധനാം ദൈവമേ, അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് സമയമായിരിക്കാം ഈ പരിശുദ്ധ ദിവസത്തിൽ അങ്ങേ ആരാധിക്കാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഈ അമൂല്യമായ അവസരത്തിനായി സ്തോത്രം ചെയ്യും. അതിനെ തികച്ചും യോഗ്യമാകുന്നത് ദൈവത്തെ ആരാധിച്ച് ഈ സമയം പ്രയോജനപ്പെടുത്തുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ദൈവത്തിന്റെ ഉള്ളകരത്തിൽ വസ്തു പോലെ അവിടുന്ന് കാത്തുകൊള്ളണമേ. പരിശുദ്ധനായ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃത്യമായി ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ, സംസാരിക്കണമേ. അടിയൻ ബലഹീനാണ്, അവിടുത്തെ കൃപ കൂടെ ഉണ്ടാകണമേ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ അമർന്നിരുന്നുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് നൽകിയ എല്ലാ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. മത അന്ധത ബാധിച്ച് 2 യുവാക്കൾ വടക്കൻ ഫ്രാൻസിലെ നോർമണ്ടി നഗരത്തിലുള്ള പള്ളിയിൽ വെച്ച് 86 വയസ്സുള്ള ഒരു കത്തോലിക്ക പുരോഹിതനെ ഷാക് ഹാമിലിനെ വധിച്ച ശേഷം ബന്ദികളാക്കപ്പെട്ട ഒത്തിരി പേരുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്ന സിസ്റ്റർ ഹെലനോട് ചോദിച്ചു, മരിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? മരിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? അവരുടെ ആയുധം ഈ സിസ്റ്ററിന്റെ കഴുത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടാണ് ചോദ്യം, മരിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? സിസ്റ്റർ പറഞ്ഞു, എനിക്ക് ഭയമില്ല, സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് മരിക്കാൻ ഭയമില്ല. യുവാവ് ഈ സിസ്റ്ററിനോട് വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആരാണ് ഈ ദൈവം? നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൈവം ആരാണ്? സിസ്റ്റർ മറുപടി പറഞ്ഞു, ഈ ദൈവം സ്നേഹമാണ്. സ്നേഹം ഉള്ളവരുടെ ഹൃദയത്തിൽ മാത്രമേ, സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ ദൈവത്തെ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ദൈവം സ്നേഹമാണ്. ഹൃദയത്തിൽ സ്നേഹമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിൽ വിശ്വസിച്ച ഈ ഹലൻ ഇതേ അനുഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചിന്ത ഇന്ന് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൽ വിശ്വസിച്ച മറിയത്തെ കുറിച്ച് ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് 2 അമ്മമാർ
സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 39 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ലൂക്കോസ് 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ഭാഗം. രണ്ട് അമ്മമാരുടെ, ഭക്തരായ അമ്മമാരുടെ കൂടിക്കാഴ്ചയാണ്. അവർ ദൈവശക്തിയിൽ സാക്ഷ്യം പ്രാപിച്ചവരാണ്, സാക്ഷ്യവും പേറുന്നവരാണ് ഈ രണ്ട് അമ്മമാർ. ഒരാൾ ദൈവപുത്രന്റെ മാതാവ് വിശുദ്ധ കന്യകാമറിയം, രണ്ടാമത്തെ ആൾ ദൈവപുത്രന് വഴിയൊരുക്കാൻ വന്നവന്റെ മാതാവ് എലിസബത്ത് എന്ന് നമുക്ക് അറിയാം. ഒരാൾ കന്യകയാണ്, മറ്റൊരാൾ വൃദ്ധയാണ്. മാതൃ പദവി നൽകി ഉയർത്തിയ രണ്ട് അമ്മമാരെയാണ് പ്രധാനമായും ഈ ഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നത്. മാതൃ പദവി അത്ര നിസ്സാരമുള്ള കാര്യമല്ല. മാതൃ പദവി നൽകി ദൈവം അഭിഷേകം ചെയ്ത അഭിഷിക്തരായ രണ്ട് അമ്മമാരെയാണ് നമ്മൾ ഈ ഭാഗത്ത് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിൽ മറിയ എലിസബത്തിനെ വന്ദിക്കുകയാണ്. മറിയ എലിസബത്തിനെ വന്ദിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറിയത്തിന്റെ ക്വാളിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്ദിക്കുക എന്നത്. അത്ര നിസ്സാരമായി എടുക്കേണ്ടതല്ല ഈ വന്ദിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പറഞ്ഞത് അത്രയും പ്രബുദ്ധ മനസ്സിന് മാത്രമേ ഉള്ളിൽ നിന്ന് വന്ദനം പുറപ്പെടുകയുള്ളൂ എന്നാണ്. അത്രയും പ്രബുദ്ധ മനസ്സിന് മാത്രമേ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ദന സ്വരം പുറപ്പെടുകയുള്ളൂ. ഇപ്പോ വന്ദനം ചൊല്ലുക എന്ന് പറയുന്നത് നിന്നിലുള്ള ദൈവാംശവും എന്നിലുള്ള ദൈവാംശവും പരസ്പരം യോജിക്കുന്ന ആ ബന്ധത്തിന് പറയുന്ന അനുഭവം അല്ലെങ്കിൽ പേരാണ് വന്ദനം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ സാധാരണ കൈകൂപ്പാറുണ്ട്, ആരെങ്കിലും കാണുമ്പോൾ വന്ദനം ചൊല്ലാറുണ്ട്. അതിനർത്ഥം നിന്നിലുള്ള ദൈവാംശവും എന്നിലുള്ള ദൈവാംശവും പരസ്പരം യോജിച്ച് വരുന്ന അനുഭവമാണ് ഈ വന്ദനം എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് സാധാരണ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ വന്ദനം അധികം കാണാറില്ല എന്നത് ഒരു സത്യമായ സംഗതി തന്നെയാണ്. അതിനെക്കുറിച്ച് കുടുംബ കോടതിയിലെ ജഡ്ജി ശ്രീദേവി പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് വേണ്ടത് കുടുംബാംഗങ്ങളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ തന്നെയാണ് ആ ലേഖനത്തിന് പേരിട്ട്. നമുക്ക് വേണ്ടത് കുടുംബാംഗങ്ങൾ എന്ന ലേഖനത്തിന് പേരിട്ടിട്ട് നമുക്ക് വേണ്ടത് കുടുംബാംഗങ്ങളാണ്. പക്ഷേ ഇന്ന് കുടുംബ പ്രശ്നത്തിന് ഏറ്റവും വലിയ കാര്യം ഇതാണ്. അതിന് മറ്റൊന്നും കാരണങ്ങളല്ല നമ്മൾ കണ്ടെത്താൻ പോകുമ്പോൾ വന്ദനം ചൊല്ലുന്നതിൽ പിശുക്ക് കാട്ടുന്നവരാണ് ഏറെ പേര്. വന്ദനം ചൊല്ലുന്നതിൽ പിശുക്ക് കാട്ടുന്നവരാണ് ഇന്നുള്ള തലമുറയിൽ ഏറെ പേര്. രാവിലെ എണീക്കുമ്പോ അമ്മായിയമ്മ വരുമ്പോ അജി വന്ദനം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാറില്ല. അമ്മാവനെ കാണുമ്പോൾ അങ്കിൾ ഗുഡ് മോർണിംഗ് പറയാറില്ല. ഭർത്താവിനെ കാണുമ്പോൾ ചേട്ടാ ഗുഡ് മോർണിംഗ് ചിരിച്ചുകൊണ്ട് പറയാറില്ല. എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും നിങ്ങളൊന്ന് ചിരിച്ച് ഇങ്ങനെ പരസ്പരം വന്ദനം ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ദേഷ്യം അവിടെ അലിഞ്ഞു പോവുകയാണ്, അലിഞ്ഞു തീരുകയാണ്, ഉരുകി മാറുകയാണ്. മനസ്സിലാക്കണം, ഈ വന്ദനത്തിന് അത്രയേറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് എലിസബത്തിനെ കണ്ടപ്പോൾ മറിയ വന്ദനം ചൊല്ലി എന്ന് വേദപുസ്തകം സ്പഷ്ടമായി എടുത്തു പറയുന്നതിന് കാര്യം. ഒന്ന്, എലിസബത്തിനെ കണ്ടപ്പോ മറിയയുടെ ക്വാളിറ്റി അവിടെ ഡെവലപ്പ് ചെയ്ത് കാണിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് വന്ദനം ചൊല്ലിയ മറിയ. രണ്ടാമത്, ഈ സമയത്ത് ഗർഭസ്ഥ ശിശു ആനന്ദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ് ഈ ഗർഭസ്ഥ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നത്. യേശുവിന്റെ സാന്നിധ്യവുമാണ് ഈ ശിശു തുള്ളിച്ചാടുന്നതിന് കാരണം എന്ന് നമുക്കറിയാം. രണ്ടുപേരും ദൈവിക കൃപപ്രകാരം എന്ന് മാത്രമല്ല, അരുളപ്പാട് പ്രകാരം, വാഗ്ദത്ത പ്രകാരമാണ് രണ്ടുപേരും ജന്മമെടുക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള
സ്ത്രീകളുടെ ഉദരത്തിലെ ശിശുക്കൾക്ക് ഇതുപോലുള്ള വ്യക്തികളുടെ സാമീപ്യം വളരെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിയ ഒരു മഹാ അനുഗ്രഹിക്കപ്പെട്ട വനിതയാണ്. ഉള്ളിൽ വളരുന്ന ശിശു, അദ്ദേഹത്തിന്റെ സാമീപ്യം എല്ലാവർക്കും അനുഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ മഹാന്മാരിൽ ഒരാളാണ്, മഹാന്മാരിൽ മഹാനാണ് ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മറിയത്തിന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശു. മഹാന്മാരിൽ മഹാൻ, രാജാക്കന്മാരിൽ രാജാവ്, പുരോഹിതന്മാരിൽ മഹാപുരോഹിതൻ എന്ന് വിശേഷിപ്പിക്കുക. അങ്ങനെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മഹാന്മാരുടെ സാമീപ്യം ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആനന്ദമുണ്ടാക്കുന്നു എന്നതിന് സംശയമില്ല. ഇന്നത്തെ ലോകവുമായി ബന്ധപ്പെടുത്തി ഈ ഒരു സാമീപ്യത്തെ നമ്മൾ ചിന്തിച്ചാൽ, ഉദരത്തിൽ വളരുന്ന ശിശുക്കൾ മഹാന്മാരുടെ സാമീപ്യമാണോ അനുഭവിക്കുന്നത്, അതോ അബോർഷൻ ചെയ്യുന്ന ഡോക്ടർമാരുടെ കത്രികയുടെ സാമീപ്യമാണോ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആനന്ദത്തിന്റെ കുതിച്ചു ചാട്ടമാണോ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതോ അണയാൻ പോകുന്ന ശിശുവിന്റെ ദീനരോധനമാണോ ഇന്ന് ഉദരത്തിൽ വളരുന്ന ശിശുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. രണ്ട് ചോദ്യങ്ങളിൽ ഏതിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുക? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ആനന്ദത്തിന്റെ കുതിച്ച് ചാട്ടവുമായി മഹാന്മാരുടെ സാമീപ്യത്തെ ആഘോഷിക്കുന്ന ശിശുക്കളാണോ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുക്കൾ, അതോ അണയാൻ പോകുന്ന ശിശുവിന്റെ ദീനരോധനമായി അബോർഷൻ ചെയ്യുന്ന ഡോക്ടർമാരുടെ കത്രികയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ കുഞ്ഞു പൈതങ്ങളുടെ അനുഭവമാണോ ഇന്ന് ഉദരത്തിൽ വളരുന്ന ശിശുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രധാനമാണ് ഈ രണ്ട് ചോദ്യങ്ങൾ. ഫുട്ബോൾ ഇതിഹാസമായി മാറിയ പെലെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുട്ബോൾ ഇതിഹാസമാണ് പെലെ. അയാളുടെ അമ്മയുടെ ഉദരത്തിൽ പെലെ ആയിരിക്കുമ്പോൾ അയാൾ അസാമാന്യമായ രീതിയിൽ ഇങ്ങനെ കുതിച്ചു ചാടും. അപ്പോ പെലെയുടെ അമ്മ പറഞ്ഞു അത്രേ, ഈ ഉദരത്തിൽ നോക്കിക്കൊണ്ട് പെലെയുടെ അമ്മ പറഞ്ഞു, എന്റെ ഉദരത്തിൽ കിടന്ന് ചവിട്ടിക്കൊള്ളു, നീ വളർന്ന് വലിയൊരു ഫുട്ബോൾ താരമായി നീ മാറും. നീ എന്റെ ഉദരത്തിൽ കിടന്ന് ചവിട്ടി കളിച്ചോളൂ, നീ വളർന്ന് വലിയൊരു ഫുട്ബോൾ താരമായി മാറും. നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ പറയാനുള്ള ഒരു ദീർഘവീക്ഷണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോ? അങ്ങനെ അല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകുന്ന വലിയ പരാജയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നോക്കി ഒന്നല്ല പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പെലയുടെ അമ്മ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ദൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി, നിങ്ങളുടെ ചിന്തകളുമായി ബന്ധപ്പെടുത്തി ഭാവി കുഞ്ഞിന്റെ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ സ്വപ്നം കണ്ട് രൂപപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അങ്ങനെ ആകണം കുഞ്ഞുങ്ങൾ വളരുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഭാഗത്തിലേക്ക്, അവസാനത്തെ ഭാഗത്തേക്കുമായി, ഈ ചിന്തകളുടെ അവസാന ഭാഗമായി പോകുന്നത് മറിയത്തെ കുറിച്ച് എലിസബത്ത് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളാണ്. പ്രധാനമാണ് ആ സ്റ്റേറ്റ്മെന്റുകൾ. മറിയത്തെ കുറിച്ച് എലിസബത്ത് പറഞ്ഞ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, എന്ന് പറഞ്ഞാൽ ചരിത്രവും പഠിപ്പിക്കും, ബൈബിൾ ചരിത്രവും പഠിപ്പിക്കും. ഈ ലോകത്തിൽ പാപം കൊണ്ട് നിറഞ്ഞത് സ്ത്രീ കഥാപാത്രത്തിൽ കൂടെയാണ്
ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ സ്ത്രീ അനുഗ്രഹീതയായി മാറുന്നത്. ഒരു ശാപത്തെ സ്ത്രീയിൽ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീ ഒരു അനുഗ്രഹമായി മാറുകയാണ്. പ്രിയ ദൈവമക്കളെ, അതേ സ്ത്രീയിൽ തന്നെയാണ്, പാപം ആരോപിക്കപ്പെട്ട അതേ സ്ത്രീയിൽ തന്നെയാണ് രക്ഷകൻ പിറക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്നത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. രണ്ടാമത് എലിസബത്ത് പറയുന്ന, മറിയത്തെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. കഴിയുമെങ്കിൽ ഗർഭിണികളായ സഹോദരിമാരെ അന്വേഷിച്ച് പക്വതയുള്ള സ്ത്രീകൾ അവിടെ പോകണം, അമ്മമാർ പോകണം. എന്നിട്ട് അവരെ നോക്കിക്കൊണ്ട് പറയണം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ആശീർവാദവും ആശംസകളും ഒക്കെയാണ് ഇന്ന് വേണ്ടത്. പക്ഷെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് അതാണ്. ഒന്നുമല്ലെങ്കിലും ആ വീട്ടിലുള്ളവരെങ്കിലും പറയണം, മോളെ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. ഇത് പറഞ്ഞു തന്നെ നമ്മൾ വളരണം. നമ്മൾ വളരേണ്ടത് ഇവിടെയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹവും സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാകുക ഇങ്ങനെ പരസ്പരം ആശംസിക്കുമ്പോഴാണ്. അങ്ങനെ ഉള്ളിൽ കിടന്ന് ഹാപ്പി ആയിട്ട് വളരുന്ന കുഞ്ഞുണ്ടല്ലോ, അതൊരു പ്രത്യേകത തന്നെയായിരിക്കും എന്നതിന് സംശയമില്ല. അതൊരു പ്രത്യേകത തന്നെയായിരിക്കും. അനുഭവത്തിലേക്ക് ഇനിയുള്ള തലമുറ വരണം. അതുകൊണ്ട് അല്പപ്രായമുള്ള അമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരിസരങ്ങളിൽ, നിങ്ങളുടെ അറിവുകളിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അവിടെ പോകണം. പോയിട്ട് പറയണം, മോളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിന്റെ ഗർഭഫലം, നിന്റെ ഉദരത്തിൽ വളരുന്ന പൈതലുണ്ടല്ലോ, ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, ഈ പൈതൽ അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ്. ഇങ്ങനെയുള്ള ആശീർവാദങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഇപ്പൊ എലിസബത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇതാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. മൂന്നാമത് എലിസബത്ത് പറഞ്ഞു, എന്റെ കർത്താവിന്റെ അമ്മയാണ് ആര്? നീ. 45-ാമത്തെ വാക്യം. ആ 43-ാമത്തെ വാക്യം. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഇപ്പൊ എലിസബത്ത് പറഞ്ഞത്, ഈ മറിയത്തെ കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അമ്മ ആരാണ്? ഈ അമ്മ ആരാണ്? ഈ വന്ന എലിസബത്തിന്റെ അടുത്ത് വന്ന അമ്മ ആരാണ്? ഈ കന്യാസ്ത്രീ ആരാണ്? വിശുദ്ധ കന്യാമറിയമാണ്. പിന്നെ ആരാണ്? കർത്താവിന്റെ അമ്മയാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ് മറിയത്തെ കുറിച്ച് പറയുന്നത്. എന്റെ കർത്താവിന്റെ അമ്മയാണ് നീ. എന്റെ പ്രഭുവിന്റെ, എന്റെ ദൈവമാതാവാണ് നീ. നമ്മൾ തിരസ്കരിക്കരുത്. ദൈവമാതാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സഭകളിൽ സാധാരണ ആൾക്കാർ നെറ്റി ചുളിക്കാറുണ്ട്. അത് വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ എലിസബത്ത് ദൈവാത്മാവ് കൊണ്ട് പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ. ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കണം. മറിയത്തെ നമ്മുടെ കർത്താവിന്റെ അമ്മ, അത് അംഗീകരിക്കേണ്ടതാണ്. കാരണം ഇതിനകത്തൊരു ക്രിസ്തു ശാസ്ത്രമുണ്ട്, മരിയൻ ശാസ്ത്രമുണ്ട്, മറിയ ശാസ്ത്രമുണ്ട്, ക്രിസ്തു ശാസ്ത്രവുമുണ്ട്. കർത്താവിന്റെ അമ്മ എന്ന് പറയുമ്പോൾ മുട്ടത്തോട് പോലെ ഇങ്ങനെ വിലയില്ലാത്തതായി വലിച്ചെറിയാനുള്ളത്. കോഴിക്കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം ആ മുട്ടത്തോടിനെ ഉപേക്ഷിക്കുന്നത് പോലെ ക്രിസ്തുവിനെ കിട്ടി അതിനുശേഷം ഈ അമ്മയെ വലിച്ചെറിയുക
സഭയും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഉപകരണം മാത്രമല്ല ആര് അമ്മ എന്ന് പറയുന്നത്. അതിനുശേഷം ആ കർമ്മം തീർന്നു, ഇനി ആ അമ്മയില്ല എന്നുള്ളതല്ല. ഇപ്പൊ കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രം വേണ്ടിയുള്ള ഒരു ഉപകരണമല്ല അമ്മ. അപ്പൊ ഈ കർത്താവിന്റെ മാതാവ്, ദൈവമാതാവ്, അത് ദൈവമാതാവായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം. ദൈവമാതാവ്, നമ്മുടെ കർത്താവിന്റെ അമ്മ. ആ അനുഭവം എലിസബത്തിൽ ഉണ്ടായതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടാകണം. സാധാരണ നമ്മൾ ഈ കന്യാമറിയത്തെ, വിശുദ്ധ കന്യാമറിയത്തെ അത്രയും അമ്മയായിട്ട് അധികം നമ്മൾ ആരും നമ്മുടെ സഭ ഉൾക്കൊള്ളാറില്ല. പലപ്പോഴും പലരിൽ നിന്ന്, എന്നാൽ പലരും അങ്ങനെയല്ല, തിരിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. എന്നാൽ അച്ഛന്മാരുടെ ഭാര്യയെ എന്ന് പറയും കൊച്ചമ്മ എന്ന് വിളിച്ച് വലിയ ബഹുമാനം കാണിക്കും. കൊച്ചമ്മ എന്ന് വിളിച്ച്. ബിഷപ്പിന്റെ ഭാര്യ എന്ന് പറയും ബിഷപ്പ് അമ്മ എന്ന് വിളിച്ച് അതിഭക്തി കാണിക്കും. അതിഭക്തി. ഇതൊക്കെ വെറും പൊട്ടത്തരമാണ്. കൊച്ചമ്മ എന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ പദവി കൊണ്ട് അല്ലെങ്കിൽ ആ ബഹുമാന യോഗ്യം വിളിക്കുന്നത് തെറ്റില്ല. പക്ഷേ വിശുദ്ധ കന്യാമറിയത്തെക്കാള് കൊച്ചമ്മ എന്നും ബിഷപ്പമ്മ എന്നും വിളിച്ച് ഭക്തി കാണിക്കുന്നത് വെറും മണ്ടത്തരമാണ്. കൊടുക്കാനുള്ള ബഹുമാനം വേദപുസ്തകം അനുസരിച്ച് കൊടുക്കാതെ കാണുന്ന മനുഷ്യർക്കുള്ള ബഹുമാനം കൊടുക്കുന്നത് തെറ്റാണ്. ഇതാണ് എന്റെ ഭാഗം. നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നോ ഇല്ല, ഏത് രീതിയിൽ എടുത്താലും ഒരു പ്രശ്നമില്ല. വിശുദ്ധ കന്യാമറിയത്തെ അത്രയും ബഹുമാനിക്കാതെ, കന്യാമറിയം എന്ന് പറയുമ്പോൾ അത്രയും ഇങ്ങനെ നെറ്റിച്ചു വിളിച്ചുകൊണ്ട് പോവുകയും, പള്ളിയിൽ അച്ഛന്റെ ഭാര്യ കാണുമ്പോൾ കൊച്ചമ്മ എന്ന് വിളിക്കുകയും, അല്ലെങ്കിൽ ബിഷപ്പിന്റെ ഭാര്യ വരുമ്പോൾ ബിഷപ്പമ്മ എന്ന് വിളിച്ചാണ് അങ്ങ് ഇല്ലാത്ത ഭക്തി കാണിക്കുകയും ചെയ്യുന്നത് വെറും പൊട്ടത്തരമാണ്. ആ പരിപാടി വേദപുസ്തകപരമായിട്ട് തെറ്റാണ്. ബഹുമാനത്തിൽ വിളിക്കുന്നതിൽ തെറ്റല്ല. കൊച്ചമ്മക്ക് സാധാരണ പറയുന്നത് ബസ്കിയാമ എന്നാണ്. പണ്ടൊക്കെ വിളിച്ചിരുന്ന ബസ്കിയാമ, അറിയാമോ? പഴയ ആളുകൾക്കറിയാം. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറയുന്നത്, എലിസബത്ത് പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മയാണ്. ആര്? നീ എന്റെ കർത്താവിന്റെ അമ്മയാണ്. നാലാമത് എലിസബത്ത് പറയുന്ന കാര്യം അവസാനമായി ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് എലിസബത്ത് വിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് പറയുന്നത്. അതിൽ 4ാമത്തെ കാര്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ. ഇങ്ങനെ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചത് കൊണ്ട് മാത്രമല്ല നീ ഭാഗ്യവതിയായി തീരുന്നത്, മറിച്ച് നീ ഭാഗ്യവതിയായി മാറുന്നത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിന്നിലൂടെ നിറവേറുമെന്ന് നീ അത് വിശ്വസിച്ചു. അതുകൊണ്ട് ആ വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. വളരെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർത്താവിന്റെ ഉദരത്തിൽ വഹിച്ചു. വിശുദ്ധ കന്യാമറിയം നമ്മുടെ യേശുമശിഹായെ ഇങ്ങനെ ഉദരത്തിൽ വഹിച്ചത് കൊണ്ട് മാത്രം നീ ഭാഗ്യവതി ആയില്ല. പിന്നെ നിന്നോട് ദൈവം അരുളി ചെയ്തതിനെ നീ അപ്പാടെ വിശ്വസിച്ചു. ആ വിശ്വസിച്ചത് കൊണ്ട് നീ എന്തായി മാറി? ഭാഗ്യവതിയായി മാറി. ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ, വലിയ സത്യമാണ്. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട, ധ്യാനത്തിൽ വയ്ക്കേണ്ട ഭാഗമാണ് ഈ ഭാഗം. ഇതൊരു വലിയ സത്യമാണ്. ദൈവവചനത്തിലുള്ള വലിയ വിശ്വാസത്തെയാണ് ഇവിടെ എടുത്തുയർത്തി കാണിക്കുന്നത്. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞപ്പോൾ അത് വിശുദ്ധ കന്യാമറിയം അപ്രകാരം വിശ്വസിച്ചു. അതേ ദൈവദൂതന്റെ നാവിൽ കൂടെ തന്നെ വരുന്നുണ്ട്, തന്റെ ചാച്ചക്കാരത്തിയായ എലിസബത്ത് അവളുടെ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഇതും ആര് വിശ്വസിച്ചു? വിശുദ്ധ മറിയം വിശ്വസിച്ചു. ശ്രദ്ധിക്കണേ, കന്യാമറിയം നീ ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോ അത് അപ്രകാരം വിശ്വസിച്ചു. രണ്ടാമത്, നിന്റെ ചാച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്.
സ്ത്രീ വളരെ ദൂരം സഞ്ചരിച്ച് ആരെ കാണാൻ പോകുന്നത്? എലിസബത്തിനെ കാണാനായിട്ട് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, നാം എന്തുമാത്രമാണ് ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്? സ്വയം ശോധന ചെയ്യുക. നമ്മൾ എന്തുമാത്രം വചനത്തിൽ വിശ്വസിക്കുന്നു? ഞാൻ പ്രാരംഭത്തിൽ ഒരു അനുഭവത്തെ പറഞ്ഞല്ലോ. സിസ്റ്റർ പറഞ്ഞത്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. തോക്കിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും പറയുന്നത് ഇതുപോലെയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ മാത്രമേ ഈ സ്നേഹ ശബ്ദം മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഇവിടെ മറിയം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വിശ്വസിക്കുന്നവരുടെ സാമീപ്യം മറ്റുള്ളവരുടെ ഹൃദയം എന്ത് ചെയ്യും? ആനന്ദം കൊണ്ട് തുള്ളിച്ചാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സമീപനം, നിങ്ങളുമായിട്ടുള്ള അവരുടെ കൂടിക്കാഴ്ചകൾ മറ്റുള്ളവർക്ക് ആനന്ദം ഉളവാക്കും. ആനന്ദം ഉളവാക്കണം. ഉള്ളിൽ ആരുണ്ടായിരിക്കണം? ക്രിസ്തു ഉണ്ടായിരിക്കണം. ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നാം എന്തുമാത്രമാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളിലൂടെ നമ്മെ